ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഭേദമാകുന്ന രോഗികൾക്ക് സമ്മാനം നൽകുകയാണ് ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ. അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ സമ്മാനമഴ. ഇത്തരം സമ്മാനമഴയിലൂടെ രോഗികളുടെ എണ്ണം കുറഞ്ഞ ഈ സർക്കാർ ആശുപത്രി ഇന്ത്യയിൽ തന്നെ ഒന്നാമതായി മാറിയിരിക്കുകയാണ്. രോഗം മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം 1 പവൻ്റെ കോയിൻ, രണ്ടാം സമ്മാനമാകട്ടെ വെള്ളി ബിസ്ക്കറ്റ്, കൂടാതെ മറ്റ് അനവധി ഗൃഹോപകരണങ്ങളും സമ്മാനമായി നൽകുന്നു. എന്തിനു വേണ്ടിയാണ് ഈ പ്രോത്സാഹനമെന്ന് മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ ഷിബു സുകുമാരൻ പറയുന്നു. ഡെത്ത് റേറ്റ് നമുക്കിപ്പോൾ തീരെ ഒട്ടുമില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ 2 മാസം സഡൻ ഡെത്ത് റേറ്റ് തീരെ കുറവാണ്. കാര്യം നമുക്ക് നേരത്തെ ഓരോ മാസവും 5-6 പേര് മരിക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തീരദേശ മേഖലയാണ്. കൂടുതൽ പേരും ഈ വള്ളത്തിൽ പോയി അവർ വല വലിച്ചു, അതിനുശേഷം മരിച്ചു എന്നുള്ളതാണ് സ്ഥിരം കഥ. ഒരു 50 വയസ്സുകാരൻ 40 വയസ്സുകാരൻ ഇത് കൂടുതലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കാണാൻ നോക്കിയെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം പ്രഷറും ഷുഗറും കൂടുതലായിരുന്നു. എന്ന് BP കൂടി നിൽക്കുന്ന അവസരത്തിൽ ഇവർ പോയി വെയിറ്റ് പൊക്കുമ്പോഴാണ് ഈ പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള ഈ തീരദേശ പഞ്ചായത്തിലെ സാധാരണക്കാരായ രോഗികളെ ഫലപ്രദമായ ചികിത്സയിലൂടെ രോഗം ഭേദമാക്കുക എന്നുള്ളതാണ് ഈ പ്രോത്സാഹനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ മരുന്ന് കഴിക്കുന്ന ഒരു പ്രൈസ് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ മരുന്ന് കഴിച്ച് രോഗം കുറയുക എന്ന് വരുമ്പോൾ രോഗം കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ അതിന് പ്രൈസ് വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവണത കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്നുകൂടെ താല്പര്യപ്പെട്ടത് കറക്റ്റായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകും. ഡോക്ടറുടെ ഈ തന്ത്രം വിജയിച്ചു. ഇവിടുത്തെ ജീവിതശൈലി രോഗികളുടെ എണ്ണവും കുറഞ്ഞു. BP ഷുഗറും കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ തന്നെ ഈ പ്രശ്നം നിൽക്കും. കാര്യം പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൂടുന്നതാണ് എല്ലാ അസുഖത്തിൻ്റെ അടിത്തറ, മാരകമായ അസുഖങ്ങളുടെ അടിത്തറ. തീർച്ചയായിട്ടും ആക്സിഡൻ്റ് ഇല്ലാത്ത ആർക്കും ഇവിടെ പോകേണ്ടി വരുന്നില്ല. കാര്യം പുതിയതായിട്ട് നമുക്ക് വലിയ രോഗികൾ വരുന്നില്ല, കിടപ്പുരോഗികൾ പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കിടപ്പുരോഗികൾ എന്ന് വെച്ചാൽ സ്ട്രോക്ക് പേഷ്യൻസും റിനൽ ഫെയിലറൊക്കെ വരുമ്പോഴാണ് കിടപ്പുരോഗികളാകുന്നത്. അങ്ങനെ സ്ട്രോക്ക് ആയിട്ടുള്ള ആർക്കും വരുന്നില്ല. കാര്യം എല്ലാവരും കൺട്രോൾ റേറ്റിൽ നിൽക്കുവാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ മെച്ചമായിട്ട് നമുക്കിപ്പോൾ കാണുന്നത്. ആരോഗ്യമുള്ള ഒരു ജനവിഭാഗമാണ് രാജ്യത്തിൻ്റെ അടിത്തറ. അത്തരം ഒരു ജനവിഭാഗത്തെ വളർത്തിയെടുക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പുറക്കാട് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ക്യാമറാമാൻ മഹേഷിനൊപ്പം ഷാജഹാൻ.